നമസ്കാരം. മധുര സംഗീതത്തിന്റെ മാസ്മരിക വേദിയായ സൂപ്പർ സ്റ്റാറിന്റെ പുതിയൊരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. അപ്പൊ നമ്മളൊരു പുതിയ എപ്പിസോഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എനിക്കറിയാം നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. നമ്മളിന്ന് കുറേ നല്ല പാട്ടുകളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വഴിയെ കേട്ടുപോകാം. അപ്പൊ നമുക്കിനി ജഡ്ജസിനെ വിളിക്കാം. ബിന്നി ചേച്ചി, അത് കൊള്ളായിരുന്നു. ഷാനിക്ക, ഹരിച്ചേട്ടാ, ഒരു പാട്ട് കേൾക്കാനുള്ള ഒരു ആഗ്രഹം. ബിന്നി ചേച്ചി, ആരോ മൂളും എന്നുള്ളൊരു ബ്യൂട്ടിഫുൾ സോങ് ചേച്ചി പാടിയിട്ടുണ്ടല്ലോ. അതൊന്ന് മൂളി തന്നി ഒരു വൈബ് ഒന്ന് മാറ്റി തരുമോ? അതെ അതെ, ഔസേപ്പച്ചൻ സാറിന്റെ മഴനീർത്തുള്ളികൾ എന്നുള്ള സിനിമയില് കുറച്ചു വർഷം മുമ്പ് പാടിയതാണ്. ഭൈരവി എന്ന രാഗത്തിൽ പൂർണ്ണമായിട്ടും അദ്ദേഹം ഔസേപ്പച്ചൻ സാർ കമ്പോസ് ചെയ്ത ഒരു പാട്ടാണ്. മീര ജാസ്മിനാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. കാറ്റിൽ ഈരടിക്കവിതകളായി ആരോ മോളിയൊരീണം കാറ്റിൽ ഈരടിക്കവിതകളായി ഇടമുറിയാതെ ഇമയറിയാതെ ഈറൻ തിരയുന്നു കാറ്റേ നീ എന്നോ മനപ്പെൺകിളിയേയോ വിട ചൊല്ലിടാതെ ഹിമ ചിമ്മിടാതെ എങ്ങോ പോയി മറഞ്ഞു അവൾ, എങ്ങോ പോയി മറഞ്ഞു. ചേച്ചിയുടെ ആ പാട്ടോടുകൂടി ഒരു പോസിറ്റീവ് വൈബ് ആയിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പൊ ഞാൻ വേഗം തന്നെ അടുത്ത ആളെ വിളിക്കാം. വിളിച്ചോളൂ. വിളിക്കട്ടെ? അപ്പൊ ആദ്യം മില്ലേനിയം ബീച്ച് റൗണ്ടിലാണ് പാടാൻ വരുന്നത് നമ്മുടെ തീർത്ഥക്കുട്ടി. വെൽക്കം തീർത്ഥ.
എന്ത് രസമായിട്ടാ പാടി, അടിപൊളിയായിരുന്നു. താങ്ക് യു. ഞങ്ങള് തീർത്ത പാടുന്നതിന്റെ ഒപ്പം തന്നെ ജഡ്ജസിന്റെ റിയാക്ഷൻസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്ര രസമായിരുന്നു കേൾക്കാൻ. നമുക്ക് ചോദിക്കാം ഹരിച്ചേട്ടാ. പക്ഷെ നമുക്ക് മൂന്നുപേർക്കും നിന്നോട് നല്ല ദേഷ്യമുണ്ട്. അതെ, ചെറിയ തെറ്റ് വരുത്തിയതിന്. അതെന്തിനാ മോളെ അത്? ആ 4 വരിയല്ലേ ഉള്ളൂ അവിടെ. പൊഴിയും സ്നേഹരര, പിന്നെ ബീജി അല്ലേ അവിടെ, പിന്നെ നിലവേ പാടി അല്ലേ. അപ്പോഴും ആ ഋതം ചേട്ടൻ കാണിച്ചു അരുത്, ഒരു ബാറിൽ നിർത്തണം. പക്ഷെ കുഴപ്പമില്ല, ഇങ്ങനെ കാണിക്കുന്നു. അതെ, അതൊഴിച്ച് ഒന്നും പറയാനില്ല. അല്ലെങ്കിൽ ഒരു 100%. ദിസ് വാസ് ദ ബെസ്റ്റ് പെർഫോമൻസ് ഞാൻ ഇതുവരെ കണ്ട സൂപ്പർ സ്റ്റാറിൽ. ഞാൻ നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു എനിക്ക് പേഴ്സണലി ഒരു ബെസ്റ്റ് ആയിട്ട് തോന്നിട്ടത്. പെർഫെക്റ്റ് ആയിട്ട് മോള് പാടി, എക്സെപ്റ്റ് ദാറ്റ് ലിറ്റിൽ മിസ്റ്റേക്ക്. അത് എന്തോ കണ്ടുവിടാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ കിട്ടിയതായിരിക്കാം. ബാക്കിയൊന്നും പറയാനില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക, ഒറ്റ കുത്തു വെച്ചെറിഞ്ഞാൽ നിനക്കാ, എനിക്കല്ല, അവൾ എന്നെ നോക്കുന്നു. എന്റെ തീർത്ഥ സാറില്ല, പറ്റിയത് പറ്റിപ്പോയി, നമുക്ക് ഒന്നും ചെയ്യാനില്ല. അത് എന്ത് പറ്റി തീർത്ഥ അവിടെ കോൺസെൻട്രേഷൻ അങ്ങനെ പോവാൻ? പാട്ടിൽ കൂടുതൽ ശ്രദ്ധിച്ചോണ്ടാണോ അതോ ഞാൻ അങ്ങനെ പാടി പഠിച്ചത്. അങ്ങനെയാണോ പാടി പഠിച്ചത്? തെറ്റ് പാടി പഠിച്ചോ? ഞാൻ അങ്ങനെ പാടി പഠിച്ചപ്പോ അറിയില്ലായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് അതെന്താ ശ്രദ്ധിക്കാത്തത്? ഓക്കെ മോളെ, ഇത് ഈ സ്റ്റേജിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ ഇത് ഈ ഒരൊറ്റ തെറ്റ് കാരണം ഗോൾഡൻ പോയില്ലേ? അടിക്കേണ്ടതായിരുന്നു. ഗോൾഡൻ ആയിരുന്നു. 100 മാർക്കാ നിനക്ക്. സാരല്ല, പോട്ടെ പോട്ടെ പോട്ടെ. പോട്ടെ, അത് വിട്ടു. അപ്പം തീർത്ഥ ഇത് തന്നെ, ആ ഒരു തെറ്റ് മാറ്റി വച്ചാൽ താങ്ക് യു സർ. ഫ്ലോലെസ് പെർഫോമൻസ്. ശരിക്കും ഭയങ്കര കൺട്രോള് വേണ്ട ഒരു പാട്ടാണിത്. നമ്മൾ ഇത് വെറുതെ ഇങ്ങനെ കേട്ടു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പാട്ടാണ്, പക്ഷെ അപാര കൺട്രോൾ വേണ്ട ഒരു പാട്ടാണിത്. മോള് ഭയങ്കര ഈസി ആയിട്ട് മോള് എക്സിക്യൂട്ട് ചെയ്തു. നമുക്കത് കേൾക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നുമെങ്കിൽ ഈ പറഞ്ഞ പോലെയാണ്, വളരെ ടഫാണ്. അതിങ്ങനെ ഒതുക്കേണ്ട സ്ഥലത്ത് ഒതുക്കണം. പാട്ടിന് കൊടുക്കേണ്ട ഡൈനാമിക്സ്, ഫ്രം ദ ഹമ്മിങ് ടിൽ ദ വെരി എൻഡ്. അടിപൊളി. താങ്ക് യു സർ. മനസ്സിൽ 100 മാർക്കാണ്, പക്ഷെ തരാൻ പറ്റില്ല. അതാണ് അവസ്ഥ. താങ്ക് യു ഷാനിക്ക. ചേച്ചി തീർത്ഥ, നീ ഒരാളുതാ അയ്യ. താങ്ക് യു മാം. തമിഴിൽ അങ്ങനെ പറയും, നീ മിടുക്കിയാണ് എന്ന് പറഞ്ഞു. ചമത്തടി നീ ചമത്ത് അപ്പടീന്. അടിധൂൾ പെർഫോമൻസ്. ഞാനിവിടെ ആദ്യം ഹമ്മിങ് തുടങ്ങിയപ്പോഴേ വാവ്, ഗുഡ് ഹമ്മിങ് അങ്ങനെ എഴുതി ഗുഡ് എഴുതിയിരിക്കണം. ഗുഡ് പിച്ച്, ആഹാ ഗുഡ് സംഗതിയുടെ ആ ഒരു ഫ്ലോലെസ് ആയിട്ട് സംഗതി പോകുന്നത്. ലാസ്റ്റ് ചരണത്തില് ഒരു നീയോ മെല്ലി അവിടുന്ന് ഒറ്റ ബ്രീത്തിൽ മോൾ എടുത്തു വന്നു. ഞാൻ എവിടെയെങ്കിലും വിടറുണ്ടോ നോക്കിയിരുന്നു, എവിടെ വിടാതെ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. പിന്നെ ഞാൻ എഴുതി വെച്ചു ഗുഡ് വോയിസ്, നല്ല റേഞ്ച്. അവസാനം ഞാൻ നിർത്തി. അതെ അല്ല ഇനിയിപ്പോ നമുക്ക് പാട്ട് കേട്ട് ആസ്വദിക്കാം അങ്ങനെ വന്നപ്പോഴത്തേക്കും. പക്ഷെ ഒരിടത്ത് മാത്രം എന്ത് പറ്റിയ കൺഫ്യൂഷൻ എന്ന് ഈ ഒരൊറ്റ ഇത് ഞങ്ങൾ എല്ലാരും ശ്രദ്ധിച്ചത്. ഞങ്ങള് മോള് പാടിക്കഴിഞ്ഞ ഉടനെ ഞങ്ങൾ 3 പേരും ഇങ്ങനെ ചെവി കടിച്ച് പറിച്ചത് അതാണ്, എന്താണ് കൺഫ്യൂഷൻ വന്നതെന്ന്. കാരണം അവിടെ നിന്ന് മോള് തുടങ്ങിയപ്പോ ഒരു ലിറ്റിലായിട്ട് മോൾക്ക് ഒരു ചെറിയ ഒരു എന്താ പറയണ ഒരു ശ്രുതിയോ ഒരു ചെറിയ ഒരു വിറയലോ ഒരു ഇതുപോലെ വന്നു. ആ തെറ്റിയിലോ എന്നുള്ള ഒരു വേറൊരു കാര്യം ചോദിച്ചാൽ അത് തെറ്റിയിട്ടും അവള് ചരണം പിന്നെ അസാധ്യമായിട്ട് പാടി. അതാ അവിടുന്ന് പിന്നെ ഒരു ഒറ്റ ബ്രീത്തിൽ ഇങ്ങോട്ട് വരുമായിരുന്നു ആ ചരണം പോയ പോക്ക്. അവള് ചെറുതായിട്ട് പേടിച്ചപ്പോ എല്ലാവർക്കും ടെൻഷൻ. സൂപ്പർ ആയിരുന്നു, അസലായിരുന്നു. താങ്ക് യു ചേച്ചി. മാർക്സ് അറിയാം കൊതിയാവുന്നു. യെസ്, റെഡി. ഹരിച്ചേട്ടാ, 10 ആയിരുന്നു തരേണ്ടത്, പക്ഷെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് 9.5. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക, 10 ആയിരുന്നു തരേണ്ടിയിരുന്നത്, പക്ഷെ നീ അത് തെറ്റിച്ചത് കൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി 9.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി 10 ഒരു അരമാർക്ക് കുറയ്ക്കൂ. 9.5. Wow. താങ്ക് യു. 28.5 മാർക്സ്. സൂപ്പർ. അപ്പൊ ഈ അടിപൊളി പെർഫോമൻസിന് ഇതാ തീർത്തയ്ക്ക് മിൽമയുടെ വക ചെറിയൊരു സ്പെഷ്യൽ ഗിഫ്റ്റ്. ഓക്കെ,
സൂപ്പർ സ്റ്റാർ വിന്നേഴ്സിന് കിട്ടാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുഡ് പെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. അടുത്ത നമുക്ക് രാജാ സാറിന്റെ ഒരു പാട്ട് കേൾക്കാം. ഓക്കെ, Yes. സോ ഇളയ രാഗങ്ങൾ റൗണ്ടിൽ പാടാൻ എത്തുന്ന നമ്മുടെ നിവേദൂട്ടനാണ്. സോ ലെറ്റ്സ് വെൽക്കം നിവേദ്. கேளடி கண்மணி பாடகன் சங்கதி நீதை கேட்பதால் நெஞ்சிலோ நிம்மதி. நாள் முழுதும் பார்வையில் நான் எழுதும் ஓர் கதையை உனக்கென நான் கூற. ആ கேளடி கண்மணி பாடகன் சங்கதி. சுமை தாங்க
നെഞ്ചിലോ നിമ്മതി തേനടി കൺമണി പാടകൻ സംഗതി നീതേ നമുക്ക് ചോദിക്കാം ജഡ്ജസിനോട്. മിനി ചേച്ചി, മോനെ നിവേദ കുട്ടാ, എന്തോ എന്നാ പറ്റി മോനെ? അറിയില്ല ഏ? അറിയില്ല അത് ടെൻഷൻ ആയി പോയോ? ആ കുറച്ച് മറന്നുപോയാ? മറന്നു ടെൻഷൻ ആയിപ്പോയി. ടെൻഷൻ ആയി പോയപ്പോ എന്തായി? മറന്നുപോയി ആ അല്ലേ? എന്ത് പാടണം എന്നുള്ള കൺഫ്യൂഷൻ. ആ മോന് എന്ത് രസമായിട്ട് പാടി വന്നോണ്ടിരിക്കുവായിരുന്നു ആ അല്ലേ? ആ. ഞാനിങ്ങനെ രസിച്ച് ശരിക്കും, അതായത് SPB സാറ് പാടുമ്പം ഈ പാട്ട് പാടുമ്പോൾ അങ്ങനെ ഒരു റിലാക്സ് ആയിട്ടാണ് ഈ പാട്ട് ഇങ്ങനെ കേളടി കൺമണി ഇങ്ങനെ ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ട് അങ്ങനെ അതിന്റെ ഒരു ചരണം അനുപല്ലവി എല്ലാം ആവുമ്പോഴത്തേക്കും അദ്ദേഹം ഭയങ്കര ആ സംഗതിയൊക്കെ ഇങ്ങനെ വിട്ടാണ് എടുക്കണേ. ഇവൻ ഡിറ്റോ ശരിക്കും അത് പഠിച്ചു വെച്ചിട്ടുണ്ട്. താങ്ക് യു. അതായത് ആ SPB സാറിന്റെ ഒരു പ്രസന്റേഷൻ, പ്രത്യേകിച്ച് നമുക്ക് ഇതിനൊരു ഭാവം കൊടുക്കണം എന്നും പറഞ്ഞാൽ അവിടെ ചിലപ്പോൾ എന്താ പറയുക ഡൈനാമിക്സ് അങ്ങനെയൊന്നും ഇല്ലാതെയാണ് സാറ് പലയിടത്തും ഇത് പാടി ഞാൻ കേട്ടിട്ടുള്ളത്. അതെ. ആ അതെയോ? എന്നിട്ട് എന്തു പറ്റി? അതങ്ങ് ഒരു എത്ര വരി വിഴുങ്ങി ഷാൻ? എത്ര? 4 വരി. 4 വരി മോൻ വിഴുങ്ങിയിടാ. എവിടെ പോയി? വയറ്റിലുണ്ടോ ഇപ്പൊ അത്? ദിടീന്ന് എങ്ങനെ വിഴുങ്ങിയിട്ടുണ്ടോ? ഇതിനു മുമ്പ് വിഴുങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഇത് ഫസ്റ്റ് ടൈമാണ്. ആദ്യത്തെ വിഴുങ്ങലാണിത്. അപ്പൊ മോനെ ഇത് ഈ പാട്ട് നേരെ ലിറിക്സ് പഠിച്ചില്ലേ തമിഴായതുകൊണ്ട്? തമിഴൊക്കെ നന്നായിട്ട് പ്രൊനൗൺസ് ചെയ്തു, നന്നായിട്ട് അത് നോക്കി, നന്നായിട്ട് തന്നെയാണ് അതിന്റെ ഉച്ചാരണം തമിഴിന്റെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. താങ്ക് യു മാം. താങ്ക് യു. വേറെ ഏതോ അല്ല, ഞാൻ എന്തിനാ വിഴുങ്ങിയെന്ന് ചോദിച്ചാൽ താങ്ക് യു മാം, താങ്ക് യു. ഇത് കോമ്പറ്റീഷൻ അല്ലേ, നമുക്ക് വേറൊരു സ്റ്റേജ് ആണെങ്കിൽ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് പറഞ്ഞു തരായിരുന്നു ഇത് കൂടെ ഇപ്പം അതിന്റെ കൂടെ പാടായിരുന്നു. പക്ഷേ മോന് പറഞ്ഞു തന്ന ഇതൊരു കോമ്പറ്റീഷനാണ്. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അവിടെ കമ്പാരിസൺ എല്ലാം വരും. ബാക്കി കുഞ്ഞുങ്ങൾക്കെല്ലാം അതൊരു എന്താ പറയണേ, ഒരു ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡ് അങ്ങനെ ആവരുതല്ലോ. അതുകൊണ്ടാണ്. ഇല്ലേ ഷാൻ, എന്ത് പറയുന്നു? പിന്നെ തീർച്ചയായിട്ടും ഇത് സത്യം പറയട്ടെ നിവേദ, ഒരു 9.5 മാർക്കിന്റെ പരിപാടിയാണ് നീ ചെയ്തത്. സത്യം. അതാണ് നീ ആ 4 വരിയും കൊണ്ട് കളഞ്ഞു. ഇനി എന്താവുന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ തീരുമാനിക്കും. ശരി. പക്ഷെ ആ ഒരു 4 വരി നിന്റെ ഒരു 9.5 അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം എനിക്ക് നന്നായി അത്രയും ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടാ നീ നന്നായി പാടി. പാടുന്ന പയ്യൻ. തേനടി കൺമണി ആദ്യത്തെ 2 വാക്ക് വിട്ടുപോയി കഴിഞ്ഞാൽ 3-ാമത്തെ വാക്കിൽ കേറാൻ ശ്രമിക്കണം ഓ കേട്ടോ. ഓക്കെ. മൊത്തം കിളിപോയ അവസ്ഥ ആവരുത്. ആ ഇപ്പം 3-ാമത്തെ വാക്കിൽ ചിലപ്പം ഒരു പക്ഷെ ഈ പാട്ടിലേക്ക് തിരിച്ചു കയറിയായിരുന്നെങ്കിൽ ഇത്രയും വലിയ ഡാമേജ് സംഭവിക്കില്ല. ആ മനസ്സിലായില്ലേ? ആ മനസ്സിലായി. ഇതിപ്പം എനിക്കറിയാം, എനിക്ക് മാനസികാവസ്ഥ എന്താന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഒരു വരി പോയി, ഇത് കോമ്പറ്റീഷനാണ്, മറ്റേത് പറിച്ചത്, ഈ സംഭവങ്ങൾ കംപ്ലീറ്റ് തലക്കൂടെ ഓടുന്നുണ്ടാവും. സംഭവം ശരിയാണ്, മുമ്പിൽ നമുക്കിന്ന് നോക്കി പാടാനാണെങ്കിൽ ഒന്നും ഇല്ല താനും. അപ്പം ഈ ഒറ്റയടിക്ക് 3 വരി പോയി, എന്നിട്ട് 4-ാമത്തെ വരി പാടിയത് എനക്കാക ഞാൻ പാടും മുതൽ പാടലിന് പകരം തിരൈപ്പാടലാണ് പാടിയത്. 2-ാമത്തെ വരി എടുത്തിട്ട് 4-ാമത്തെ വരിയിലിട്ടു. അപ്പൊ ടെക്നിക്കലി 4 വരിയും പോയി. അങ്ങനെ പറയുന്നതാണ് കറക്റ്റ്. അപ്പൊ ഒരു സ്റ്റാൻസയാണ് നമ്മളത് പോയത് അതെ അല്ലേ? എന്താ പറ്റിയത് അവിടെ? നീ അത് കറക്റ്റ് ആണല്ലോ, ഫസ്റ്റ് വാക്ക് കറക്റ്റ് ആയിരുന്നല്ലോ, എന്നിട്ട് പെട്ടെന്ന് ടെൻഷനായിട്ട് പെട്ടെന്ന് മറന്നുപോയി. എങ്ങനെ നീ ഫസ്റ്റ് വാക്ക് കറക്റ്റ് ആണല്ലോ പാടിയത്, എന്നിട്ട് അല്ല എന്നും പറഞ്ഞിട്ടാണ് നീ നിൽക്കണേ. അതിന്റെ ഇടയ്ക്ക് ഒരല്ല. ആ എന്താണ് പറ്റിയത് അവിടെ? ചരണായിപ്പോയി, ലിറിക്സ് മറന്നുപോയി. ലിറിക്സ് മറന്നുപോയി, ബ്ലാങ്ക് ആയി ബ്ലാങ്ക് ആയി കാണും. അതാണ്. ഓക്കെ, ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? അതെ. നമ്മള് ഈ ഓരോരോ സ്റ്റേജ് കഴിയുന്നതോറും നമ്മള് മേലോട്ടേക്കല്ലേ പോകേണ്ടത്. നിവേദനാണെങ്കിൽ അസാധ്യ സിംഗറും പ്രമദവനൊക്കെ പാടി. പിന്നെ ഇല്ല, ഈ ഒരു പാട്ട് ഞാൻ കേട്ടിട്ടില്ല മോന്റെ. പക്ഷെ ഈ ഒരു 4 വരിയിൽ നിന്ന് അവൻ പാടിയിൽ നിന്ന് അവന്റെ കാലിബർ മനസ്സിലായി. കാലിബർ ഉണ്ട്, പക്ഷെ സമയത്ത് പെർഫോം ചെയ്യണ്ടേ നിവേദ? ആ അത് ഇനി കോമ്പറ്റീഷൻ ആണ്, കോമ്പറ്റീഷൻ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നിവേദ എന്താ ചെയ്യാ? എലിമിനേഷൻ വരും, കുറെ കാര്യങ്ങളുണ്ട് ഇനി. എലിമിനേഷൻ ഇനിയിപ്പം നിങ്ങൾക്ക് എത്ര ടാലന്റ് ഉണ്ടെങ്കിലും ആ സമയത്ത് നിങ്ങൾ പെർഫോം ചെയ്തില്ലെങ്കിൽ അത് നിങ്ങള് സാരമായിട്ട് ബാധിക്കും കേട്ടോ. ആ ഹരി, എന്തു പറയാനാ നിവേദ, ഞാൻ കുറച്ച് ഡിസപ്പോയിന്റഡ് ആണ് ഇന്നത്തെ ഈ ഒരു കാര്യത്തിൽ. കുറച്ച് അലേർട്ട് ആയിരിക്കണം. എനിക്ക് അത്ര സീരിയസ് ആയിട്ട് നിവേദ തുടക്കത്തിലൊക്കെ ഭയങ്കര സീരിയസ് ആയിരുന്നു. എന്തോ നിവേദ ഒരു ഉഴപ്പ് അടിച്ച് തുടങ്ങി നിവേദിന്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ആ വഴിക്ക് പോകേണ്ടി വരും. തുടങ്ങിയത് തന്നെ ലൈക്ക് ആ ബീജി കഴിഞ്ഞ ഉടനെ ആ ഗ്രിഡിലല്ല സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴും വേറെ എവിടെയോ ശ്രദ്ധ. ബീജി വരുമ്പോ നമ്മൾ ആലോചിക്കണം നെക്സ്റ്റ് സ്റ്റാൻസ് അവന്റെ ശ്രദ്ധ മാറി. എന്തോ ഒരു സീരിയസ്നെസ് ഇല്ലാത്തതുപോലെ തുടങ്ങിയില്ല. ബീജി ആയ സമയത്ത് എന്തൊക്കെയോ ആലോചിച്ചോണ്ടിരുന്നു. മോൻ ഇന്ന് മൂഡ് ഔട്ട് ആണോ?
എന്തോ സംതിങ് എനിക്ക് തോന്നുന്നത് അവന്റെ സീരിയസ്നെസ് കുറച്ച് കുറഞ്ഞതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പാട്ടിനോടുള്ള ഒരു അപ്രോച്ച് വന്നപ്പോൾ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, പക്ഷെ ഇച്ചിരി എന്തോ സംതിങ് ഹാപ്പൻഡ്. എന്ത് പറ്റിയടാ? സീരിയസ്നെസ് കുറഞ്ഞോ? ഇല്ല, കുറഞ്ഞിട്ടൊന്നുമില്ല. ടെൻഷനാണല്ലോ. ടെൻഷൻ എനിക്ക് തോന്നുന്നില്ല നിവേദിനുണ്ടെന്ന്. നിവേദ് ഭയങ്കര കൂളായിട്ടാണല്ലോ സ്റ്റേജിൽ കയറുന്നതും പാടുന്നതൊക്കെ. സോ ടെൻഷൻ അല്ല, അതല്ല. എന്തോ ഒരു ചിന്തയിലോട്ട് പോയി, അതങ്ങ് 4 വരി കയ്യിൽ നിന്ന് പോയി. അപ്പം തന്നെ മോൻ്റെ മാർക്ക് പടേന്ന് പറഞ്ഞ് താഴോട്ട് പോയി. മനസ്സിലായില്ലേ? പിന്നെ ഉനക്കെന്നെ ഞാൻ അതൊന്ന് പാടാമോനെ. ஓர் கதையை உனக்கென நான் கூற ഉനക്കെന ഞാൻ உனக்கென நான் கூற നാതരേ. நான் ഉനക്കെന്നെ തൊട്ട് പാടി വന്ന മോനെ. நாள் முழுதும் பார்வையில் நான் எழுதும் ஓர் கதையை உனக்கென நான் கூற അവിടെ ഒരു ഫീൽ വരണം. ഉനക്കെന ഞാൻ കൂറ. ஓர் கதையை உனக்கென நான் கூற ഇങ്ങനെ ഓരോന്ന് ശ്രദ്ധിച്ച് പാടണം. നമുക്ക് ആ കിട്ടുന്ന സമയത്ത് നമ്മൾ ഫീൽ, പിച്ചിങ് എല്ലാം ശ്രദ്ധിച്ച് വേണം ബെസ്റ്റ് കൊടുക്കാൻ കേട്ടോ. മൈക്ക് പ്ലേസ്മെന്റ് ഈസ് മോനെ. ടോപ്പ് പോർഷൻ പാടുമ്പോൾ മൈക്ക് നല്ല അടുപ്പിച്ച് വെക്കുന്നുണ്ട്, തിരിച്ച് ചെയ്യും മോനെ. അതല്ല നമ്മൾ കഴുത്ത് പൊക്കുക, അതൊന്നും ഓൾറെഡി കഴിഞ്ഞ പറഞ്ഞതാണ് ഞാൻ. അതുകൊണ്ട് അതിനൊക്കെ മൈനസ് ഇട്ടിട്ടുണ്ട്, മൈനസ് മാർക്ക് അതിലൊക്കെ പോകുന്നത്. ഞാൻ ഒരിക്കൽ ഒരു കമന്റ് പറഞ്ഞിട്ട് നിങ്ങളത് ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം അതിനും മൈനസ് ഉണ്ട്. അപ്പം മോൻ ആ മൈക്ക് പ്ലേസ്മെന്റ് ലൈക്ക് മേളിലെ പോർഷൻസിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ക്ലോസ് ആക്കി വെക്കുക. അപ്പൊ ഭയങ്കര പീക്ക് ചെയ്യുന്നുണ്ട്. ഇന്നിയറിലാണെങ്കിലും നമ്മൾ കേൾക്കുന്നവർക്കാണെങ്കിലും അതൊരു ലൗഡായിട്ടാണ് തോന്നുന്നത്. മേളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ തല പൊക്കണമെന്നില്ല, നമ്മൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. ശരിക്കും നമ്മൾ മേളിലോട്ട് തലയൊക്കെ ഇങ്ങനെ പൊക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രയാസമാണ് പാടാൻ. അത് കേടുവാണ്. വോക്കൽ കോഡിന് കേടാണ്. ഇങ്ങനെ തലയൊക്കെ പൊക്കി പിടിച്ച് പാടി അടിച്ച് അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നിവേദനടുത്ത്. അതുപോലെ മൈക്ക് ഇപ്പോഴും നിവേദന ശ്രദ്ധിക്കുന്നില്ല. പിന്നെ മോനെ കൈസേർത്ത് നീതാനെ മെയ്സേർത്ത് അതൊന്ന് പാടിക്കേ. கை சேர்த்து நீதானே மெய் சேர்த்த மாது അതിൻ്റെ ഒരു ഫീൽ ഇല്ല. അത് കാരണം അത്രയും നേരം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അവിടെയാണ് ഒരു ഫീൽ SPB സാർ കൊടുക്കുന്നത്. ഇപ്പം പാടിയിട്ട് കാര്യമില്ല, ആ സമയത്ത് മോൻ അത് പാടണമായിരുന്നു. ഇതൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം, ആ സിംഗർ പാടിയത് കേട്ടോ. സോ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇന്ന്. മറ്റേത് വിട്ടുപോയത് മാത്രമല്ല, അല്ലാതെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇന്നത്തെ ഡേ എന്തോ സീരിയസ് ആവാത്തത് കൊണ്ടുള്ള ഓരോ പ്രശ്നങ്ങളായിരിക്കാം. കുറച്ചും കൂടി പാട്ടിനോട് സീരിയസ്നെസ് കാണിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. നിവേദ്, എന്തോ നമുക്ക് മാർക്സ് ചോദിക്കാം. ഹരിച്ചേട്ടാ 7.5. താങ്ക് യു സാർ. ഷാനിക്ക 7. താങ്ക് യു സാർ. ചേച്ചി 7.5. താങ്ക് യു മാം. ടോട്ടൽ 22 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇത് നിവേദിന്റെ ഒരു മാർക്ക് അല്ല, ഭയങ്കര കുറവാണ്. നമുക്ക് അടുത്തേൽ പിടിക്കണം. റൗണ്ട് കഴിഞ്ഞു, നമുക്ക് നോക്കാം എന്താണെന്ന് അറിയില്ലല്ലോ. നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ദാ മിൽമ നൽകുന്ന ചെറിയൊരു ഗിഫ്റ്റ്. ஓர் கதையை உனக்கென நான் கூற ഹരിച്ചേട്ടാ, യെസ്. ഇപ്പൊ നിവേദിന് ഇപ്പൊ പെട്ടെന്ന് പാട്ടിങ്ങനെ നിന്ന് പോയല്ലോ. ഹരിച്ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? നമ്മള് പറഞ്ഞു കോൺസേർട്ടിന്റെ ഒക്കെ സമയം പെട്ടെന്ന് നമ്മളിങ്ങനെ കാണിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒറ്റ പ്രാവശ്യം, അത് അഡ്ജസ്റ്റ്മെന്റ്. അതെ, പക്ഷെ അതല്ലാതെ എനിക്ക് ഒറ്റ പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. എന്റെ ആദ്യത്തെ സ്റ്റേജ് എന്നുവെച്ചാൽ ഞാനൊരു 4 വയസ്സുള്ളപ്പോൾ ആ സ്റ്റേജില് മഞ്ഞക്കിളി പാടിക്കൊണ്ടിരുന്ന ലാസ്റ്റ് കിളി എങ്ങോട്ടൊക്കെ പോയി. പക്ഷെ അതിന്റെ എൻഡിൽ ഞാൻ 4 കാലി വീണു കേട്ടോ. പക്ഷെ അത് കോമ്പറ്റീഷൻ ആയിരുന്നു. കോമ്പറ്റീഷൻ അല്ല, കോമ്പറ്റീഷൻ അന്ന് എന്റെ ജഡ്ജായിരുന്ന ആളാണ് ഇത് അപ്പുറത്തിരിക്കുന്നത്. രാഗരത്നത്തിൽ എന്റെ പെർമനന്റ് ജഡ്ജായിരുന്നു ബിന്നി ചേച്ചി. ഇതൊരു ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ് അല്ലേ? എന്നെ സംബന്ധിച്ച് ഐ ആം വെരി പ്രൗഡ് ആ ഒരു ഇത് ഷെയർ ചെയ്യുന്നതിൽ. എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല. ഹരി നാടകപ്രിയ രാഗം സ്വരമൊക്കെ പാടി. ഇത് സമയം ഏതായിരുന്നു പാടിയത്? നാടകപ്രിയ ഏതോ അന്ന് പാടി. പിന്നെ അതുപോലെ മറ്റേ ഠായ രാഗമാലിക തില്ലാനൊക്കെ പാടി ഫുൾ മാർക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ നല്ല കണ്ടസ്റ്റന്റ് ആയിരുന്നു. പിന്നല്ല, അയ്യോ ഭയങ്കര. അത് ഇല്ലെങ്കിൽ അവിടെ അതാ ഞാൻ പറയണേ. ഹരി വീട്ടില് ടീച്ചർ ഹരിയുടെ അമ്മൂമ്മ ടീച്ചറും അമ്മയും അച്ഛനും എല്ലാവരും അവർ പറയുന്നത് നമ്മൾ കേൾക്കുകയും കൂടെ ചെയ്യുന്ന ആ ഒരു ഭയങ്കര ഹമ്പിളായിട്ട്
വളരെ ഹമ്പിളായിരുന്നു. ആര് വന്നാലും എല്ലാവരെയും കാലിലൊക്കെ തൊട്ടൊഴുത് എല്ലാവരും. അത് കുട്ടികൾക്ക് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവർ പിന്നെ മറന്നു പോകും. പക്ഷെ അത്ര നല്ലൊരു കുട്ടിയായിരുന്നു. ആ ഒരു ഹമ്പിൾ നമുക്ക് മുഖത്തിന്ന് അവരുടെ പ്രവൃത്തിയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അത്രയൊരു ഇതായിരുന്നു. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ ഒരു കോമ്പറ്റീഷൻ അങ്ങനെ പോയി സ്റ്റക്കായിട്ട് നിൽക്കേണ്ടി വന്നിട്ടില്ല. ദൈവാധീനം കൊണ്ട് ഇന്നേ വരെ ഒരു വേദിയിലും അങ്ങനെ മറന്നു പോവുകയോ എന്തോ ആ ഒരു സമയത്തൊരു നമുക്കൊരു എനർജി വരും എവിടുന്ന് ഒരു ഞാൻ അതിൽ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. സ്റ്റേജിൽ ശരിക്കും ഹരിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹരി മേക്ക് ഷുവർ ഇപ്പോൾ ഒരു സ്റ്റേജിൽ ഒരു 25 പാട്ട് പാടുന്നുണ്ടെങ്കിലും ആ 25 പാട്ട് മനപ്പാടാക്കിയിട്ട് അവൻ സ്റ്റേജിൽ കയറുള്ളൂ. ഐ ഡോണ്ട് യൂസ് ലിറിക്സ്. അവൻ ലിറിക് വെച്ചിട്ടുള്ള പരിപാടി നേരെ വെച്ചിട്ടില്ല. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. അത് ഒരു സ്റ്റേജിൽ പോലും ഞാൻ ലിറിക്സ് വെച്ച് പാടിയിട്ടില്ല എൻ്റെ ലൈഫിൽ. എല്ലാം അതിനു മുമ്പ് എങ്ങനെയെങ്കിലും കാണാതെ പഠിച്ചിട്ടാണെങ്കിലും സൂപ്പർ. ഞാൻ ഭയങ്കര വലിയൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് എപ്പോഴാണെങ്കിലും മനുഷ്യനല്ലേ ഒരു മറവി എതിലേക്കൂടെയെങ്കിലും വരുമെന്ന്. അത് അത്രയും കോൺഫിഡൻസ്, അപ്പൊ അത്ര പ്രാക്ടീസ് ഉണ്ടെന്ന് അർത്ഥം. ഞാൻ പ്രാർത്ഥിച്ച കാരണം ദൈവമേ ഒന്നും മറക്കല്ലേ, എല്ലാം നന്നായി എൻ്റെ കൂടെ വായിക്കുന്നവർക്കും മറക്കല്ലേ. നമ്മളെല്ലാവരും പ്രെയർ ചെയ്തിട്ടാണ് കയറുന്നത്. ബിഫോർ ഷോ ഞങ്ങൾ എല്ലാവരും വട്ടത്തിൽ നിന്നിട്ട് ഞങ്ങൾ പറയും എല്ലാവർക്കും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവണം ഓൺ സ്റ്റേജ്, എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കണം, എല്ലാവരും നല്ല നമ്മുടെ എനർജിയും ക്രൗഡിൻ്റെ എനർജിയും അത്രയും നല്ലൊരു ലെവലിലേക്ക് പോകണം. ഒരു മൊമെൻറ്റ് പോലും നമ്മുടെ വാക്കുകളിലോ പ്രവൃത്തിയിലോ ഒരു മോശം വരരുത്. ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് സ്റ്റേജിൽ കയറുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ മ്യൂസിഷ്യൻസും എൻ്റെ ബാൻഡിലുള്ളവരാണെങ്കിലും എൻ്റെ ടെക്നീഷ്യൻസ്, എൻ്റെ സൗണ്ട് എഞ്ചിനീയർ, ലൈറ്റ് എഞ്ചിനീയർ, LED, എൻ്റെ അവിടെ ടെക്നീഷ്യനായിട്ട് നിൽക്കുന്ന പയ്യൻ ഉൾപ്പെടെ എല്ലാവരും പ്രെയർ, എൻ്റെ മാനേജർ ഉൾപ്പെടെ പ്രെയർ ചെയ്തിട്ടാണ് ഞങ്ങൾ സ്റ്റേജിൽ കയറുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോകാം. അപ്പൊ മില്ലേനിയം ബീച്ച് സൗണ്ടില് നമ്മുടെ മെബൂട്ടനാണ് പാടാൻ വരുന്നത്. സോ ലെറ്റ്സ് വെൽക്കം മെബിൻ. ആനന്ദമാനന്ദമേ ആനന്ദമാനന്ദമാനന്ദമേ ബ്രഹ്മാനന്ദ നിത്യാനന്ദ സദാനന്ദ പരമാനന്ദമാനന്ദമാനന്ദമേ. അമ്പാട്ടത്തമ്പ്രാട്ടി കുഞ്ഞാങ്കിളി വെയിലേ വെയിലേ
എന്തോ സൂപ്പർ, താങ്ക് യു. അടിപൊളിയായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഷാനിക്ക മെമുട്ട അടിപൊളിയായിട്ട് പാടി. എനിക്ക് ആകെ നമ്മുടെ എന്താ ഞാൻ എന്താ പറയാൻ വരുന്നേ, അനുപല്ലവിന്റെ ചരണത്തിന്റെ ലാസ്റ്റ് സംഗതി. ആ ഓ അല്ലേ, കറക്റ്റ്. അവനത് കറക്റ്റ് പറഞ്ഞു. അതെ, അത് മാത്രമേ നമ്മൾ എല്ലാവരും വട്ടമിട്ട് വെച്ചിട്ടുള്ളൂ. ഓ അത് എല്ലാം നമുക്കൊന്ന് ശരിയാക്കണം. ഓക്കെ, വാ ശരിയാക്ക്. പാടടാ. പാടിക്കോ. പഠിക്കോ, തുടങ്ങിക്കോ. ആദ്യം പല്ലവി കഴിഞ്ഞിട്ടുള്ള ഓ. ഓ കല്യാണ ആ ഓ കല്യാണ ഒരു ഇത്ര ഉണ്ട്. ഓ കല്യാണ മറ്റേ ഓ കല്യാണ കച്ചേരി. ഒരു ഓയ കൂടി ഇല്ലേ? അതെ, ഉണ്ട്. ഇനിയുണ്ട്. ഓ അതെ, അതാണ്. അത് പാടിക്ക. ഓ കല്യാണ പണി അറിയാം, വെരി ഗുഡ്. അതാ ഇവിടെ. അറിയാം, നമുക്ക് പണി അറിയാം. പക്ഷെ പണി എടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ എടുക്കില്ല. ഓ വിട്ടുപോയി. പക്ഷെ മെബുട്ട ആ ഓ ഒഴിച്ചാൽ ഹൈലി എനർജറ്റിക് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കോറസ് സിംഗേഴ്സ് കേട്ടോ. ആരൊക്കെ കോറസ് പാടിയത്? കൈവക്കേ, ആരൊക്കെ കൈവക്ക്? ഒരു രണ്ടുപേര് മൂന്നുപേരില്ലേ? ആ പാറോണ, വൈഗ, ആഗ്നസ്. ആഗ്നസ്. അടിപൊളി ഓർക്കസ്ട്ര. ഓർക്കസ്ട്ര. എന്റെ പൊന്നേ, സൂപ്പർ. എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ? ഭയങ്കര സപ്പോർട്ടാ. ആണോ? ഇപ്പോഴാണോ മോൻ അറിയുന്നത്? അവര് തുടക്കം മുതൽ പാട്ടിനൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്ന് ഉദ്ദേശിച്ചു. അത് ആ അടിപൊളിയായിരുന്നു കേട്ടോ. അച്ഛനൊക്കെ എൻജോയ് ചെയ്തിട്ടാണ്. അല്ല, എത്ര പണി എടുക്കുന്നതിൽ എല്ലാവർക്കും പണിയാ. അതെ, എല്ലാവർക്കും ഈ പാട്ടില് സ്ട്രിംഗ് സെഷൻ, അതിന്റെ ഇന്റർലൂഡ്സ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ പാട്ടിന്റെ. അതെ, ഒരു ബ്യൂട്ടിഫുൾ മെലഡി കൂടിയാണ്. അടിപൊളി സംഭവം. പക്ഷെ ഇതിന്റെ അടിയിൽ ഒരു വെരി ബ്യൂട്ടിഫുൾ മെലഡി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മെബുഡിനത് അടിപൊളിയായിട്ട് പാടി കേട്ടോ. താങ്ക് യു ഈ സർ. ഓ ഒഴിച്ച്. ഒഴിച്ച് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി മക്കളെ, എന്തോ ഇപ്പൊ ഷാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഉള്ള പ്രശ്നം ഓ ഓ എന്തൊരു ഓ അല്ലേ, ഈ പല ഓ പല പല ഓ പല ഓ അതെല്ലാം പ്രശ്നം. ഈ സാധാരണ ഒരു ബിലഹരി രാഗം ബേസിൽ പാട്ട് ഒന്ന് ചെയ്തു വരിക എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞ ഒരു ചലഞ്ചിങ് ഒരു കാര്യം തന്നെയാണ്. എം ജയേന്ദ്രൻ ചേട്ടൻ വളരെ അസാധ്യമായിട്ട് അത് ചെയ്തു. ഈ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇത്രയും കഷ്ടം കൊണ്ടുവരണം ഓയിൽ വെച്ച് എന്ന് അദ്ദേഹം എന്താണാവോ തിങ്ക് ചെയ്തത്. പക്ഷേ അത് നല്ലൊരു ചലഞ്ചിങ് തന്നെയാണ്. ഞാൻ ഇത് കേട്ടപ്പം ബി ശശികുമാർ സാർ എൻ്റെ ചെറുപ്പകാലത്തെ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ട്. അദ്ദേഹം ഗണപതിം ഗുണനിധിം ലയനിധിം, ഇത് ഈ സംഗതി ഇതിൻ്റെ പല പല ഗണപതിം ഗുണനിധിം ലയനിധിം, ഇതൊന്നാ. അടുത്തത് ഗണപതിം ഗുണനിധിം ലയനിധിം, ഇങ്ങനെ ഇതിനൊരു എന്തുവാ ചേച്ചി ജീനിയസ് ആണ്. അയ്യോ അല്ല കേട്ടോ, അയ്യോ ഞാൻ പാവാ. ഒരു പാവം ജീനിയസ്. ഒരുപാട് പേരുടെ ടീച്ചർ. എനിക്കിവിടെ പണ്ട് മലയാളത്തിലെ ഒരു മാഗസിനിൽ എനിക്ക് പേര് പിങ്കാന്ന്, പിന്നണി ഗായകരുടെ ടീച്ചർ പിങ്ക. പിങ്ക ചേച്ചി പറയ്. എനിക്കതൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു ആ പേര്. അല്ലേ? അപ്പൊ അതാണ്. അപ്പൊ ഇതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. മോൻ ബാക്കിയുള്ള പാട്ടുകൾ മോൻ ഇത് നന്നായി പാടി. ഇടയ്ക്ക് ഒരു മൂവ്മെന്റ് ഒക്കെ കാണിച്ചത് അതൊക്കെ നന്നായിരുന്നു കേട്ടോ. ബേബി നല്ലൊരു സിംഗറാണ്. രണ്ടാമത് ആ ഓയെല്ലാം പാടിച്ചപ്പോൾ സൂപ്പറായിട്ട് പാടുകയും ചെയ്തു. അപ്പൊ ഇനി ലൈവായിട്ട് പാടുമ്പം ആ ഈ ഓയൊക്കെ വന്ന് കറക്റ്റായിട്ട് പാടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നല്ല താങ്ക് യു നമസ്കാരം. പിങ്ക മാം. എന്താ താങ്ക് യു പിങ്ക മാം. അവൻ നല്ല പ്രസൻസ് ഓഫ് അതെ, താങ്ക് യു പിങ്ക മാം. ഹരിച്ചേട്ടാ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. താങ്ക് യു സർ. നന്നായിട്ട് എല്ലാ പ്ലാൻസും. ഇത് ഏത് രാഗത്തിലുള്ള സോങ് ആണ്? എന്റെ പേരിന്റെ ആദ്യാക്ഷരം എന്റെ പേരും ഉണ്ട് അതില്. ആ അതിൽ ആദ്യ അക്ഷരം ഉണ്ട്, എന്റെ പേരും ഉണ്ട്. അതെ, സത്യം കേട്ടോ. അല്ലേ? അതെ. ആ. അതിന്റെ സെക്കൻഡ് പാർട്ട് ഒരു വാക്കിന്റെ ഒരു ഇതേ ഉള്ളൂ. ബിന്നി ആ പറഞ്ഞോ. ബിലഹരി. ബിലഹരി. അപ്പൊ എന്തായാലും മോനെ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് തന്നെ പാടി. ആ തിങ്സ് ഒക്കെ മോന് റിപ്പീറ്റ് ചെയ്തപ്പോ യു സാങ് റിയലി വെൽ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. അപ്പോൾ മോനെ ഈ പാടിയ പാട്ടെന്ന് പറഞ്ഞാൽ ശങ്കർജിയുടെ ഒക്കെ ലൈവ് പോയി കാണണം കേട്ടോ. അത് കാരണം അദ്ദേഹത്തിൻ്റെ എനർജി ഒരു ഫസ്റ്റ് ബിഗിനിങ് തൊട്ട് ആ കോൺസേർട്ട് കഴിയുന്നത് വരെ ഇങ്ങനൊരു നിപ്പ. പിന്നെ ഓഡിയൻസിനൊക്കെ എടുത്ത് ഇങ്ങനെ പറപ്പിക്കുന്ന കാണാം. എന്തൊരു ഇവിടെ ഒരാളുണ്ട് ശങ്കർജിക്ക്
ഒരുപാട് സ്റ്റേജിൽ ശങ്കർജിയുടെ കൂടെയും ഹരിജിയുടെ കൂടെയും വായിച്ച ഒരു ബേസിസ്റ്റ് നമ്മുടെ കൂടെ ഉണ്ട്, ജോസി ചേട്ടൻ. ചേട്ടൻ എന്തായാലും ചേട്ടാ, ഈ ഒരു മൊമെന്റില് അതെ ഒരു എന്താ പറയാനുള്ളത് Yes. ശങ്കർജിയെ പറ്റി? സ്റ്റേജ് എന്തായാലും പറയണം. എന്ത് പറയാനാ, അല്ല, എന്നാലും എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രിപ്പറേഷൻ, പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാണ്? ആള് അടിപൊളി സിമ്പിളാ, ആ, പ്രത്യേകിച്ച് ആളങ്ങനെ ഒന്നും ഇടപെടാറില്ല. ഒന്നുമില്ല. അല്ല, എന്നാലും പ്രാക്ടീസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് സമയത്ത് വന്ന് ആ സമയത്ത് ഒരു സ്ട്രിക്റ്റ് ഒന്നല്ല, ഫ്രീഡാണ്. എല്ലാവർക്കും ഫ്രീഡം ആയിട്ട് ഭയങ്കര ജോളിയാണല്ലേ, അതെ അതെ അതെ. ഭയങ്കര ഹാപ്പി. സ്റ്റേജിൽ കയറുമ്പോഴും അങ്ങനെ പ്ലാൻഡ് ഒന്നും അല്ലല്ലോ, എല്ലാം അങ്ങനെ ഒരു ഒറ്റ പോക്കല്ലേ. പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരിക്കും അത്. അതാണ്. പിന്നെ ഭയങ്കര ഹിറ്റായ ഒരു റീലില്ലേ, ശങ്കർജിയും ഇതുപോലെ തന്നെ ഒരു ഫ്ലോട്ടിസ്റ്റും കൂടിയുള്ള ആ, അതെ അതെ അതെ. ആ അതെ അതെ ഒരു ലേഡി, ഒരു ജുഗൽബന്ദി പോലെ ജുഗൽബന്ദി പോലെ. ഒരു ഓ, എന്നുവെച്ചാൽ ഫ്ലൂട്ടിന് നമുക്ക് ഫ്ലൂട്ട് ഇത് പാടി ഇത് ഭയങ്കര പാടാ അവര് വായിക്കുന്ന ഒരു സ്പീഡിൽ. പക്ഷെ അദ്ദേഹം അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുന്നു, വായിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ അവിടെ തിരിക്കുന്ന ഇപ്പൊ ഈ ഒരു മൊമെന്റിൽ ഞാൻ പറയാം, നമ്മുടെ രാജേഷ് ഏട്ടൻ അയ്യോ അയ്യോ അയ്യോ, ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും കേൾക്കുന്ന എന്റെ കവർ പൂക്കൾ പൂക്കും എന്ന് പറഞ്ഞ സോങ്ങില് ഫ്ലൂട്ട് വായിച്ചിരിക്കുന്നത് രാജേഷ് ഏട്ടൻ. അവിടെ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നേ ഉള്ളൂ. അതെ, എല്ലാവരും ഉണ്ടല്ലോ. അത് ഞാൻ കടവും പറഞ്ഞ് വിളിച്ചു, ചേട്ടാ ഒരു ചെറിയ ഒരു വർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് വായിക്കൂ എന്നൊക്കെ പറഞ്ഞ് പാവം എന്റെ സ്റ്റുഡിയോയിൽ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തല്ലേ, ഞാൻ തന്നെ എഞ്ചിനീയർ ആയിട്ടിരുന്നു, ഞാൻ തന്നെ മൈക്കൊക്കെ വെച്ച് കൊടുത്ത് ഞാൻ തന്നെ ടേക്ക് എടുക്കും. കാരണം പൈസ ഇല്ല, വേറെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റെക്കോർഡ് ചെയ്യും. അദ്ദേഹം പാവം ഒന്ന് വന്ന് എനിക്ക് ഡിമാൻഡ് ഒന്നും ചെയ്യാതെ വന്ന് ശംഖു നമുക്ക് എടുക്കാടാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ആ കേൾക്കുന്ന കവറിൽ കേൾക്കുന്നത് വായിച്ചിരിക്കുന്നത് സാക്ഷാൽ രാജേഷ് ചേട്ടനാണ്. എന്നാ നമുക്ക് ചെറിയൊരു ബിറ്റ് കേട്ടാലോ? ആ പൂക്കൾ ആ യെസ്, ചെറിയൊരു ബിറ്റ്. മറന്നുപോയാ എന്ത് ചേട്ടാ എന്നാ ഒരു മാസ്റ്റർ പീസ് വായിക്കും രാജേഷ് ചേട്ടന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്ലൂട്ട് ബിറ്റോ എന്തെങ്കിലും സംതിങ്. ഏതെങ്കിലും ഏതെങ്കിലും സിനിമയില് ഏതും ആവാം. എനിക്ക് ഇളയനിലയുടെ ആ ഒരു ബീജി ഒന്ന് വായിച്ചു തരാമോ? എല്ലാരും കൂടി ഒന്ന്. ആഹാ, സാബാഷ്. സൂപ്പർ. താങ്ക് യു. നമ്മുടെ കുട്ടി മാർക്ക്. യെസ്, കൊടുക്കാം കൊടുക്കാം, മോന്റെ കാര്യം മറന്നുപോയി, പെട്ടെന്ന് കൊടുക്കാം. ഇവിടെ ഒരാളുണ്ടായിരുന്നു. അതെ, Okay, Yes. ചോദിക്കാം. ചെയ്യാം. ഷാനിക്ക, മെബൂട്ട, എന്തോ ഇപ്പൊ പിന്നെ ഒരു ഓ ആയിരുന്നു ഒന്ന് സ്ലിപ്പായതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ദൈവം സഹായിച്ച് എല്ലാ ഓ അങ്ങ് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു 0.5 ഞാൻ കുറയ്ക്കുകയാണ്. 9. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ 9. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ചേച്ചി 9. 9. പറയടാ താങ്ക് യു. താങ്ക് യു പിങ്കു ചേച്ചി. അപ്പൊ 27 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. അപ്പൊ ഈ സന്തോഷത്തിൽ ഒരു ഗിഫ്റ്റ് തരട്ടെ. താ. അപ്പൊ നന്നായി പാടി നല്ല മാർക്സ് വാങ്ങിച്ചതിന് ഞങ്ങളുടെ മെബൂട്ടന് മിൽമ നൽകുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. താങ്ക് യു. ഓക്കെ ബൈ ഗൈസ്, ഞാൻ പോട്ടെ, എപ്പിസോഡ് കഴിഞ്ഞു. പോട്ടെ. ഗൈസ് ബൈ. ഓ സൈത്താനെ. ബൈ. Ni pa magar